ഈ അടുത്ത് നടന്ന 3 കേസുകളിൽ വളരെ ദയനീയമായ അല്ലെങ്കിൽ ക്രൂരമായ എന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിലുള്ള മാനുഫാക്ചേർഡ് വിക്ടിംഹുഡ് എന്ന് പറയും ഇതിന്. ഇത് അടുപ്പിച്ച് ഇത്രയും കേസ് ഒരാളുടെ സൂയിസൈഡ് വരെ എത്തിയ ഒരു കേസായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. അതിൽ ഒന്നാമത്തെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ സ്ത്രീ ബസ്സിൽ ഒരാൾ സെക്ഷലി റോങ് ആയിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് അത് വൈറലായി 2 മില്യൺ ഒക്കെ ആയി. ആ വ്യക്തി അതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത കാര്യം ഒരു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും ഒരുപാട് കമന്റ്സ് ആ ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും, പലരും ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. ശരിയാണ്, ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും. പക്ഷെ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത കേസാന്നുള്ളത് ആ വീഡിയോ കണ്ട ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റെക്കോർഡിംഗ് ഓൺ ആയിരിക്കുമ്പോൾ ഇയാൾ കുറച്ച് അകന്നാണ് നിൽക്കുന്നത്. വീഡിയോയുടെ എൻഡ് പാർട്ടാകുമ്പോഴേക്കും ഈ പെണ്ണ് ഇയാളുടെ അടുത്തേക്ക് പോയിട്ട് മനഃപൂർവ്വം ബോഡി ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയി വെക്കുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ മുട്ട് മടക്കി പിടിച്ചേക്കണം. അത് വളരെ ക്ലിയർ ആണ്. എന്നിട്ടും ജെന്യൂനെ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരോട് നാളെ ഇത് അന്വേഷിച്ച് ഇത് ഡെലിബറേറ്റ്ലി ഉണ്ടാക്കിയെടുത്ത ഒരു അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മരിച്ച അയാൾ തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി ആരെങ്കിലും ഇതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിലും നമ്മൾ ഇനി 2 വട്ടം ആലോചിക്കും അത് ഫാബ്രിക്കേറ്റഡ് കേസാണോ ശരിക്കുള്ളതാണോ എന്നുള്ളത്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇൻസ്പയർ ആയത് മറ്റേ കൊച്ചിന്റെ കയ്യിൽ നിന്നാണ്. അപ്സയോ അങ്ങനെ എന്തോ പേരുള്ള അക്കൗണ്ടിൽ ഇതുപോലെ ഒരു വയസ്സായ ഒരാളാണെന്ന് തോന്നുന്നു അടുത്തിരിക്കണം. മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതുപോലെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് 1 വീഡിയോ 2 വീഡിയോ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മാറി ഇട്ടു. അങ്ങനെ ഒരു 4-5 വീഡിയോസ് കണ്ടിന്യൂസ് ആയപ്പോൾ നല്ല റീച്ച് കയറി. ഒരു പക്ഷെ അത് ഇൻസ്പയർ ആയിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം റിപ്പീറ്റ് ആയത്. നമ്മുടെ 2ാമത്തെ കേസ് എന്ന് പറഞ്ഞ ഇതാണ് ഈ പുള്ളിക്കാരി. ഇനി 3ാമത്തെ കുറെ പേർക്ക് അറിയാത്ത വേറൊരു കേസ് ഉണ്ട്. മേരികോം എന്ന് പറഞ്ഞ ബോക്സർ നിങ്ങൾ അറിയുണ്ടാവും. പുള്ളിക്കാരിയുടെ പേരിൽ ഒരു ബയോപിക് ഒക്കെ ഉണ്ട്. പ്രിയങ്ക ചോപ്രനെ നടിയാക്കിയിട്ട് ഒരു സിനിമയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരിക്കണേക്ക് മുമ്പ് ഒരിക്കലും അവരെ ബയോപിക് ഉണ്ടാക്കരുത്. ഈ വിക്ടിം കാർഡ് മുതലെടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ മേരികോമിന്റെ കേസിൽ മേരികോമിന്റെ ഹസ്ബൻഡ് സ്വന്തം കരിയറും ആഗ്രഹങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് വൈഫിന്റെ പാഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലി മാനായി സ്വന്തം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 20 വർഷത്തോളം അങ്ങനെയായിരുന്നു. ഇപ്പൊ മേരികോം കേസ് കൊടുത്തിരിക്കുകയാണ്, ഡൈവോഴ്സിന് ഫയൽ ചെയ്തിരിക്കുകയാണ്. പറയണത് എന്താന്ന് വെച്ചാൽ ഇയാൾ ജോലിക്ക് പോകുന്നില്ല, സമ്പാദിക്കണില്ല. പോരാത്തന്നെ മേരികോമിന്റെ ഒരുപാട് പൈസ അയാൾ തട്ടിയെന്ന്, അതായത് പേര് വെച്ച് ലോൺ എടുത്തു, പിന്നെ സ്ഥലം വിറ്റു, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് പറയണത് മേരികോമിന് 2 എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു. 2013-ലും 2017-ലും ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഡൈവോഴ്സിന് ചോദിക്കണതും ഈ റീസൺസ് ഒക്കെ ഉണ്ടാക്കണമെന്ന്. അതിന്റെ എല്ലാത്തരം പ്രൂഫും ഹസ്ബൻഡ് കയ്യിലുണ്ട്. അതൊന്നുമല്ല പ്രശ്നം, അതൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാരല്ല. അതൊക്കെ നിയമം നോക്കിക്കോളും, തീരുമാനിച്ചോളും. പക്ഷേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരൊപ്പം വേണമെങ്കിൽ പോയാലും കുഴപ്പമില്ല, ഇയാൾ ഡിഫെയിം ചെയ്യാതിരുന്നാൽ മതി, ഡിസ്റെസ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ ഈ മേരികോം ആപ്കി അദാലത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ പരിപാടിയിൽ പറയണത് ഇയാൾ ഇത്ര നാൾ സമ്പാദിച്ചിട്ടില്ല, ജോലി ചെയ്തിട്ടില്ല, വീട്ടിൽ വെറുതെ കിടന്ന് ഉറങ്ങായിരുന്നു. പുള്ളിയുടെ ജോലിയും കരിയറും ഒക്കെ ഉപേക്ഷിച്ചത് ഈ ഫാമിലിക്ക് വേണ്ടിയാണ്. ഈ മേരികോമിന്റെ പാഷനും കരിയറിനും വേണ്ടി സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്തതാണ്. Seeing her patience and talent which she has, that makes me more realize that I should fully support to achieve her dream. She is ready to box and I'm always ready to support her. പക്ഷെ മേരികോം അത് സമ്മതിച്ചു തരുന്നില്ല. എവിടെ എന്ത് സക്സസ്ഫുൾ കരിയർ ഉണ്ടായിരുന്നു, എന്ത് ജോലി ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരി ചോദിക്കണത്. പക്ഷെ ഇങ്ങേര് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പോരാത്തതിന് UPSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടും ഇത്രയും പത്തറ്റിക് ആയിട്ട് പുള്ളിനെ ഹ്യൂമിലേറ്റ് ചെയ്യുക, ഞാൻ വിക്ടിമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക. ഇതാണ് മാനുഫാക്ചേർഡ് വിക്ടിംഹുഡ്. പക്ഷെ ശരിക്കും വിക്ടിംസ് ആയത് ആരാണ് ഇവിടെ എല്ലാ കേസിലും?